ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. വഞ്ചകനായ യൂദ അവനൊന്ന് അനുതപിക്കുവാൻ തോന്നുന്നത് തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷമാണ്. തൻ്റെ അരുമനാഥനെ കുരുതി കൊടുക്കേണ്ടി വന്നു അവനൊന്ന് അനുതപിക്കുവാനായിട്ട്. ഈ യൂദ യേശുവിനെ പൂർണ്ണമായി വിശ്വസിച്ച ആളാണ്. ഈ യേശുവാണ് വരുവാനിരിക്കുന്ന മെസ്സിഹായെന്നും ഈ യേശുവാണ് തങ്ങളെ റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നുവെന്നൊക്കെ പൂർണ്ണമായി വിശ്വസിച്ച ആളാണ് ഈ യൂദ. ഈ വൈദേശിക അടിമത്തത്തിൽ നിന്ന് മോശയെപ്പോലെ നമ്മളെ വിമോചിപ്പിക്കുവാൻ പോകുന്ന വരുവാനുള്ള മെസ്സിഹ ഈ യേശുവാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ച ആളാണ് യൂദ. കാരണം കഴിഞ്ഞ 3 കൊല്ലക്കാലമായിട്ട് യേശുവിൻ്റെ കൂടെ നടക്കുന്ന ആളാണ് ഈ യൂദ. അപ്പം യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ് യൂദ. അപ്പം ആ യൂദ കണ്ടിട്ടുണ്ട് ഈ കപട മതനേതൃത്വത്തെ മുഖത്ത് നോക്കി വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഭരണകൂടത്തെ വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട്, അവരുടെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പരീശന്മാരെ കപടഭക്തിക്കാരെയെന്നും മഹാപുരുതന്മാരെ കള്ളന്മാരെന്നും ഈ ഹെരോദാവിനെ കുറുക്ക എന്നൊക്കെ മുഖത്ത് നോക്കി ധൈര്യസമേതം വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്, വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യേശു ആണ് വരുവാനിരിക്കുന്ന മെസ്സിഹായെന്നും ഇവിടെ ഒരു രാജ്യം, അവൻ്റെതായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതും ഒക്കെ ഈ യൂദ വിശ്വസിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഈ യേശുമ്പുരാൻ ഈ മതനേതൃത്വത്തെയും ഈ റോമ സാമ്രാജ്യത്തെ ഒക്കെ വിമർശിക്കുമ്പോൾ അവർക്ക് ഒരു തലവേദനയായി യേശുമ്പുരാൻ. ഒരു തലവേദനയാകുമ്പോൾ അതുവരെ എതിർചേരിയിലായിരുന്ന മതനേതൃത്വവും ഭരണകൂടവും ഒന്നിക്കുകയാണ്. അവർ യേശുവിൽ ഒരു പൊതുശത്രുവിനെ കാണുകയാണ്. എങ്ങനെയും യേശുവിനെ, അവർക്കൊരു തലവേദനയായി യേശു, എങ്ങനെയും യേശുവിനെ നശിപ്പിക്കണം. അപ്പോഴാണ് അവർ ഒരു പ്രതിഫലം പ്രഖ്യാപിക്കുകയാണ്. യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ യൂദായുടെ കിളി പോയി, അവൻ്റെ ഉള്ളിൽ ലഡുപൊട്ടി. കാരണം യവനൊരു ദ്രവ്യാഗ്രഹിയാണ്. അപ്പോൾ യവന് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ യവൻ ഉദ്ദേശിക്കുകയാണ്, യേശുവിനെ കാണിച്ചു കൊടുത്താൽ എനിക്ക് സാമ്പത്തിക ലാഭവും ഉണ്ടാവും, അതുപോലെ തന്നെ യേശുമ്പരാൻ ഇതുപോലെ അമാനുഷ്യ ശക്തി ഉള്ളവനാണ്. താൻ കാണിച്ചു കൊടുത്ത് ആ പടയാളികളെ ബന്ധിച്ച് അവനെ ഏത് തടവറയിൽ കൊണ്ട് ഇട്ടാലും ശരി, ഏത് കുണ്ടറയിൽ ഇട്ടാലും ശരി, എത്രമാത്രം ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും ശരി, യവൻ യേശു സ്വന്തം ശക്തി കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ്, അന്ധമായി വിശ്വസിക്കുകയാണ് ഈ യൂദ. കാരണം ഈ യേശുവിൻ്റെ ശക്തി കൂടി ഇവൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്. അപ്പോൾ ആ ഭൂതങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ ലെഗ്യോൺസ് ആണെന്ന് പറയുന്നുണ്ട്. ലെഗ്യോൺസ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള ഒരു പടയാളികൾ പോലെയുള്ള ഒരു ശക്തിയാണ്. കാരണം ഒരു ലീജിയൻ എന്ന് പറഞ്ഞാൽ 6000 പടയാളി ഉണ്ടാകുന്ന ഒരു ഡിവിഷനാണ് ഇൻഫൻട്രിയിൽ. അപ്പോൾ അതുപോലെ 6000 പടയാളികൾ ഉൾക്കൊള്ളുന്ന 12 ലെഗ്യോൺസ്. അപ്പോൾ 12 × 6000 അത്രയും പടയാളികളെ ഉൾക്കൊള്ളുന്ന ശക്തിയുള്ള ഒരു അശുദ്ധാത്മാക്കളെ പോലും തൻ്റെ അമാനുഷ്യ ശക്തി കൊണ്ട്, അത്ഭുത ശക്തി കൊണ്ട് പുറത്താക്കുവാൻ പറ്റുന്ന ഒരാളാണ് യേശു. അത്രമാത്രം അമാനുഷ്യ ശക്തിയുള്ളതാണ് യേശു. ആ യേശു ഏത് കുണ്ടറയിൽ പോയാലും ശരി, ഇവരെ താൻ ഒറ്റിക്കൊടുത്താലും അവരെ ബന്ധനസ്ഥനാക്കിയാലും ഒക്കെ അവിടെ രക്ഷപ്പെട്ടു വരുമെന്ന് ഈ യൂദ ചിന്തിച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. അതിൻ പ്രകാരം അങ്ങനെ ചിന്തിച്ച്, കാരണം ഈ ലോകപ്രകാരമാണ് അവൻ ചിന്തിക്കുന്നത്, അവൻ അതിൻ പ്രകാരം ഈ 30 വെള്ളിക്കാശ് പ്രതിഫലമായി പറ്റിക്കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നു. യേശുവിനെ അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പടയാളിൽ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ യൂദ വിചാരിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, കരുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പം തന്നെ ഈ ബന്ധനങ്ങളൊക്കെ തച്ചുടച്ച് റോമാ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി പുതിയൊരു രാജ്യം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ യേശുമ്പുരാൻ മടങ്ങി വരുമെന്നാണ് ഈ യൂദ കരുതുന്നത്. പക്ഷേ ഈ യൂദ ചിന്തിച്ച പോലെ ഒന്നും കരുതിയില്ല. കാരണം ഈ യൂദ ചിന്തിക്കുന്നത് ഇഹലോകപരമായിട്ടാണ്. ഈ ലോകത്തിൻ്റെതായ ചിന്തകളാണ് അവൻ ഭരിക്കുന്നത്. അവൻ ഈ ലോകത്തിൻ്റെതാണ്. യേശുമ്പുരാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലോകം ഐഹികമല്ല, എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്നതാണ്. അതിനായിട്ടാണ് താൻ വന്നിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ അതൊന്നുമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞൊന്നും
ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ഒന്നും, യേശു പറഞ്ഞ ഒന്നും ഇവൻ മനസ്സിലായില്ല. അവൻ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നുപോയിരിക്കുക. ഇതാ ഇങ്ങനെ അവൻ ചിന്തിച്ചിരിക്കുമ്പോൾ യേശുമ്പുരാനെ ക്രൂശിക്കാൻ തന്നെ വിധിക്കുന്നു. അങ്ങനെ ക്രൂശിക്കാൻ വിധിക്കുമ്പോഴാണ് യവന് താൻ ചിന്തിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോ, അവൻ സ്വന്തം ശക്തി കൊണ്ട് രക്ഷപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇവൻ അനുദപിക്കുന്നത്. അതൊരു പൊള്ളയായ അനുതാപമാണ്. കാരണം അവൻ ഉത്തരവാദിത്തങ്ങൾ മറന്നുപോയി. അവൻ്റെ ഒരു ശിഷ്യ എന്ന രീതിയിൽ അവൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യേശുവിനോട് കൂടെ നടക്കുക, യേശുവിൽ നിന്ന് പഠിക്കുക, ആ പഠിച്ച വചനങ്ങളെ മറ്റുള്ളവരോട് പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ രക്ഷയിലേക്ക് നയിക്കുക, മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതാണ്, ദൈവത്തിലേക്ക് തിരിക്കുക, മറ്റുള്ളവരെ രക്ഷിക്കുക എന്നാണ് ആയിരുന്നു അവൻ്റെ ഉത്തരവാദിത്വം. പക്ഷെ അവൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ പാട്, എനിക്ക് പണം മതി, അവരവൻ്റെ കാര്യം ചെയ്തോളും, അവൻ സ്വയം അവൻ്റെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും രക്ഷപ്പെട്ടുകൊള്ളും എന്ന ചിന്താഗതി വെച്ചപ്പോൾ യേശു അവിടെ ക്രൂശിക്കപ്പെടാൻ കുരുതി കൊടുക്കപ്പെടുകയാണ്. ഇവിടെ യൂദാന്റെ കപട അനുതാപം, ആ മുതലക്കണ്ണീർ, ഇതേ മുതലക്കണ്ണീറും ഈ കപട അനുതാപവുമാണ് നമ്മൾ കൊല്ലം തേവലക്കരയും കാണുന്നത്. അവിടെ ഇതാ 13 വയസ്സുള്ള ഒരു മിഥുൻ എന്ന ഒരു കുഞ്ചു കുരുതി കൊടുക്കപ്പെടുകയാണ്, ഷോക്കേറ്റ് മരിക്കുകയാണ്. ഷോക്കേറ്റ് മരിക്കുവാൻ കാരണം ഇതേപോലെ യൂദായെ പോലെ ചിന്തിച്ച കുറേ ആൾക്കാരുടെ നേതൃത്വത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഇവിടെ ഉള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെയും അങ്ങനെയുള്ള മെല്ലെപ്പോക്കോ, അല്ലെങ്കിൽ യൂദാ ചിന്തിച്ച പോലെ ഏതാണ്, അവരവരുടെ കാര്യം നോക്കിക്കോളും, അവരെങ്ങനെയും രക്ഷിക്കപ്പെട്ടുകൊള്ളുമെന്ന്, രക്ഷിക്കും എന്ന് അവർ തന്നെത്താനെ രക്ഷിച്ചുകൊള്ളുമെന്ന ചിന്താഗതിയോടെയാണ് 40 കൊല്ലക്കാലമായിട്ട് ഒരു 440 വോൾട്ടുള്ള വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന ആ ഒരു ഭാഗം, അതിന് തൊട്ട് കീഴെ ടിൻ ഷീറ്റ് കൊണ്ട് ഉള്ള ഒരു സൈക്കിൾ ഷെഡ്, സ്കൂളിൻ്റെ ഒരു അനക്സ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ തൊട്ട് താഴെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കടന്നു പോകുന്ന വൈദ്യുതി ലൈൻ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. ആ വൈദ്യുതി ലൈന് 440 വോൾട്ടുള്ള കടന്നു പോകുന്ന വൈദ്യുതി ലൈന്, അതിന് തൊട്ട് താഴെ ഒരു ടിൻ ഷീറ്റ് ഉണ്ടാക്കിയ ഒരു സൈക്കിൾ ഷെഡ്. ആ സൈക്കിൾ ഷെഡും ആ വൈദ്യുതി ലൈനും തമ്മിലുള്ള അകലമെന്ന് പറയുന്നത് 0.8 മീറ്റർ മാത്രം ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനോരമ പേപ്പർ, കഴിഞ്ഞ ഞായറാഴ്ചത്തെ മനോരമ പേപ്പറിൽ ഇതുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്ര മാത്രമാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ അവിടെ ആ വൈദ്യുതി ലൈൻ വെച്ച ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അവരെ നയിക്കുന്ന നേതൃത്വവും ഈ യൂദായെ പോലെ ചിന്തിക്കുകയാണ്, സ്കൂൾ അധികൃതർ നോക്കിക്കോളും, അവരുടെ കുട്ടികളുടെ സുരക്ഷിത അവർ നോക്കിക്കോളും, അവർ തന്നെ അവരുടെ രക്ഷ നോക്കിക്കോളും, അവർ രക്ഷിക്കപ്പെടും എന്ന്, അവർ തന്നെ രക്ഷിച്ചോളുമെന്ന ചിന്താഗതി. സ്കൂൾ അധികൃതർ ചിന്തിക്കുന്ന ഇതാണ്, കുട്ടികൾ അവരുടെ കാര്യം നോക്കിക്കോളും, അവർ തന്നെ യൂദാ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയാണ്, യേശു രക്ഷപ്പെട്ടുകൊള്ളുമെന്ന് കരുതുന്ന പോലെ കുഞ്ഞുങ്ങൾ അവരുടെ കാര്യം നോക്കിക്കോളും എന്ന് ചിന്തിച്ചപ്പോൾ അവിടെ ഒരു കുരുന്ന് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ, ഈ കഴിഞ്ഞ ഞായറാഴ്ച 20-ാം തീയതിത്തെ ജൂലൈ 20-ന് ആ ഞായറാഴ്ചത്തെ ആ മനോരമ പേപ്പറിലെ ഫ്രണ്ട് പേജിൽ ഒരു വചനം, ഒരു വാർത്ത ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒടുവിൽ വൈദ്യുതിയിൽ മാറ്റി KSEB. ചെറിയൊരു കോളത്തിൽ ഫ്രണ്ട് പേജിൽ എഴുതിയിരിക്കുന്ന ഒരു വാർത്തയാണ്, മുഖ്യമായ വാർത്തയാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഒടുവിൽ KSEBക്ക് ബോധമുദിച്ചു എന്ന് പറയുകയാണ്. കാരണം ഒരു കുരുന്ന് ജീവൻ പോയപ്പോഴാണ് അവർ അത് അനുദപിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഈ അവിടുത്തെ വൈദ്യുതി ലൈൻ വഹിച്ചവരും സ്കൂൾ അധികൃതരും ഇത് നോക്കി നടത്തേണ്ട സുരക്ഷാ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഒക്കെ ഇതുപോലെ ഒരു കുരുന്ന് ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് അനുദപിക്കുന്നത്. അതുവരെ യൂദായെ പോലെ തൻ്റെ ഉത്തരവാദിത്ത ബോധങ്ങൾ മറക്കുകയാണ്, അവർ തന്നെ രക്ഷപ്പെട്ടോളൂ എന്ന് പറയുകയാണ്. ഓരോ സ്കൂളും, അതായത് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ഈ താഴെ ജീർണിച്ച് വീഴാറായ ആ കെട്ടിടങ്ങളുടെ താഴെ പ്രവർത്തിക്കുന്ന സ്കൂളുകളും ഹോസ്പിറ്റലും ഒക്കെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, അവിടെ ഓരോ ജീവൻ നഷ്ടപ്പെടുമ്പോൾ, ഹോമിക്കപ്പെടുമ്പോൾ, ഇതുപോലെ യൂദായെ പോലെ ഇതുപോലെ നമ്മൾ പറയാം ആ അനുതാപം അല്ലെങ്കിൽ മുതലക്കണ്ണീർ പൊഴിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വ ബോധങ്ങൾ മറന്നു പോവുകയാണ്. യൂദായെ പോലെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകുമ്പോൾ, ഇങ്ങനെ ഹോമിക്കപ്പെടുമ്പോൾ, ഈ ജീവിതങ്ങൾ ഹോമിക്കപ്പെടുമ്പോൾ, കാരണം എനിക്കെൻ്റെ യൂദായ ചിന്തിച്ച പോലെ എനിക്കെൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എനിക്ക് സുരക്ഷിതമായ വീടുണ്ട്, അല്ലെങ്കിൽ ഈ സ്കൂളൊന്നുമല്ല എൻ്റെ മക്കൾക്ക് സുരക്ഷിതമായ സ്കൂളിൽ നടക്കുന്നു, ചികിത്സയ്ക്ക് വേണ്ടി എനിക്ക് മെച്ചമായ ഹോസ്പിറ്റലുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് പോകാം എന്നൊക്കെ ചിന്തിക്കുന്ന ഈ ലോകത്ത്, അങ്ങനെയുള്ള ആൾക്കാരുടെ ലോകത്ത്, അങ്ങനെ ഉള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും നോക്കാതെ ജനങ്ങൾ അവരുടെ കാര്യം നോക്കിക്കൊള്ളും ചിന്തിക്കുമ്പോൾ, നമ്മൾ ഓർക്കേണ്ടത് ഈ കുരുന്ന് ജീവനുകളുടെ കുറിച്ചുള്ള ചിന്തയാണ്. ഓരോ ജീവനും ഹോമിക്കപ്പെടുമ്പോൾ നമ്മൾ മറക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉത്തരവാദിത്ത ബോധങ്ങളാണെന്ന് മറക്കുന്ന ബോധ്യം നമ്മെ ഭരിക്കണം. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്ത ബോധങ്ങൾ ആ ഉത്തരവാദിത്ത ബോധം ചെയ്യുമ്പോഴാണ് ഈ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണയാകുന്നത്. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നിറവേറ്റാൻ യൂദായെ അനുകരിക്കാതെ
നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൂടെ ചേർത്ത് നിർത്തുവാനും അവരുടെ ജീവൻ സംരക്ഷിക്കുവാനും ആകുന്നത്. അങ്ങനെ ഒരു വിളി കേൾക്കുവാനായിട്ട് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുമ്പോഴാണ് യേശുമ്പുരാൻ വിളിക്കുന്ന പോലെ ആ ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസ എന്ന് വിളി കേൾക്കുവാൻ യോഗ്യരാകുന്നത്. അങ്ങനെ ഒരു വിളി കേട്ടുകൊണ്ട് മറ്റുള്ളവരുടെ ഒക്കെ നമ്മളെ ഏൽപ്പിച്ച ആ നമ്മളെ ആരുടെ മേലാണോ അധികാരിയാക്കിയിരിക്കുന്നത്, നമ്മുടെ കീഴിലുള്ള വേലക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതിന് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസ എന്ന് വിളി കേൾക്കുന്നത്. ആ വിളി കേൾക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.